മാധ്യമ അജണ്ടക്കനുസരിച്ചിട്ടല്ല നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ദേശീയ തലത്തിലായാലും സ്റ്റേറ്റിനകത്തായാലും 30 വർഷമായി മാധ്യമങ്ങൾ ഞങ്ങളെ വേട്ടയാടുന്നു. ആ തിരിച്ചറിവ് നിങ്ങൾക്കൊക്കെ വേണ്ടടോ. ഇനി അതും മാത്രമല്ല, ഈ നാണംകെട്ട മൊട്ടയുടെ ചാനൽ, ആ ചാനലാണ് ഈ സെക്സിനെ വെല്ലുന്ന വിധത്തിൽ പാർട്ടി അടക്കം പ്രതിരോധത്തിലാക്കാൻ വേണ്ടി രാഹുലിന്റെ പേര് മുന്നിൽ വെച്ചിട്ടാണെങ്കിലും കോൺഗ്രസ് പാർട്ടിയെ തകർക്കാൻ CPM-നോട് അച്ചാരം വാങ്ങി ഈ ന്യൂസ് മുഴുവൻ കൊടുക്കുന്നത്. ആ ന്യൂസിന് കൊടുക്കുന്നതിന്റെ ഇടയിൽ പോയിട്ടാണ് ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഈ കോൺഗ്രസിന് വലിയ മുഖമാണ് എന്ന് ചില പറഞ്ഞു നിൽക്കുന്ന ഇയാൾ പോയിട്ട് ഒരു ഉളുപ്പില്ലാതെ ഇന്റർവ്യൂ കൊടുത്തത് നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ആ മാധ്യമത്തിൽ പോയിട്ട്, ആ മൊട്ടന്റെ ചാനലിൽ പോയിട്ട് ഉളുപ്പുണ്ടോ? ഇവിടുത്തെ കോൺഗ്രസിന്റെ വിചാരമുള്ള മുഴുവൻ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരും ആ ചാനൽ ലോക്ക് ചെയ്ത് ഇപ്പൊ ചാനൽ തുറക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു ചാനലിനകത്ത് ഒരു ഉളുപ്പുമില്ലാതെ പ്രവർത്തകർക്ക് മുഖത്ത് നോക്കി ഇളിച്ചു കാണിച്ചുകൊണ്ട് അവിടെ പോയിട്ട് ബൈറ്റ് കൊടുക്കാൻ ഞാൻ പറയുന്നില്ല, ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. മനസ്സിലാക്കണം. എന്നിട്ട് പറയും കോൺഗ്രസിനെ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കി, കോൺഗ്രസിനെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി, കോൺഗ്രസിനത് പേരുദോഷം ഉണ്ടാക്കി എന്ന് പറയുമ്പോ ഞാൻ പറയട്ടെ, ഊളകളല്ല ഇവിടുത്തെ സമൂഹം. രാഹുൽ വരുന്നതിന് മുമ്പും ഈ പാർട്ടിക്ക് എത്ര സീറ്റ് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ ആ മറുപടിയും പറയണം. പിന്നെ ഒരു ഊളത്തരം പറഞ്ഞ് ഞങ്ങൾ ഉണ്ടായപ്പോഴും കോൺഗ്രസ് 2-3 പ്രാവശ്യം വിജയിച്ചിട്ടില്ലേ, ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? വന്നിട്ടില്ല. പക്ഷേ അവിടെ കോൺഗ്രസിന് നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു മുന്നണി ഗവൺമെന്റ് ഫോം ചെയ്തതെന്നുള്ള ചരിത്രപരമായ സത്യം അത് എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും അതൊന്നും എന്താ പറയണത് അധികകാലം നിലനിൽക്കില്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. 2001 ബാലകൃഷ്ണപിള്ള സാർ KPCC പ്രസിഡന്റ് മാറ്റി ഈ മുരളീധരനെ ആക്കുമ്പോ എത്ര സീറ്റായിരുന്നു ഞങ്ങൾക്കുള്ളത്? 61 സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തനിച്ചുണ്ടായിട്ടുണ്ട് ഇല്ലേ? അതിന് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ 2025 ഈ വർഷത്തിന്റെ അവസാന മാസം എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾക്കുള്ളത് 22 സീറ്റാണ്. നിങ്ങൾ ചിന്തിക്കണം. ഇതാണ് ഇവര് പാർട്ടിയെ മുന്നോട്ട് നയിച്ച് വലിയ കോൺഗ്രസിന്റെ സംസ്കാരം ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസിന്റെ അന്തസ് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോയതിന്റെ കൃത്യമായ തെളിവ് മനസ്സിലാക്കണം. എന്നിട്ടും പറയാ ഞങ്ങൾ അധികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ആരെ ബലത്തിൽ? ഘടക കക്ഷികളുടെ ബലത്തിൽ. സ്വന്തം പ്രസ്ഥാനത്തെ വളർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ചോദ്യത്തിന് മറുപടി പറയണം കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് നിങ്ങൾ ഈ വിടുവായിത്തം പറയുന്നത്. അതുകൊണ്ട് ജനങ്ങൾ പൊട്ടന്മാരല്ല, കോൺഗ്രസിന്റെ പ്രവർത്തകർ വിഡ്ഢികളല്ല. അവർക്കൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാനും എന്താണ് ഇവിടെ നടക്കുന്നത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, രാഹുൽ ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, തർക്കമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് കോടതി വിധി വരുന്നതിന് മുമ്പേ, കോടതിയിൽ വാദം കേൾക്കുന്നതിന് മുമ്പേ നിങ്ങൾ വിധി പ്രഖ്യാപിക്കാൻ ഈ രാജ്യത്തിന്റെ സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ ജഡ്ജിയോ ഒന്നും അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. കഴിഞ്ഞ 2 ദിവസം മുമ്പ് മിനിയാന്ന് ഒരു സ്പെഷ്യൽ കോടതി അതിന് ജാമ്യം നിഷേധിച്ചു. ആ ജാമ്യം നിഷേധിക്കാണ്ടായ സാഹചര്യം മുഴുവനും ആ എന്താ പറയാ വിധി പകർപ്പിന്റെ ഭാഗം ഇന്ന് മുഴുവൻ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ കിട്ടുന്നു. അത് വായിക്കാനുള്ള സാമാന്യ മര്യാദയും നിങ്ങൾ കാണിക്കണം. ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഏതർത്ഥത്തിലാണ് ജാമ്യം നിഷേധിച്ചത്? ജാമ്യം കിട്ടേണ്ട വകുപ്പ് തന്നെയാണ് എന്ന് തന്നെയാണ് ആ കോടതിക്കും ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്. പക്ഷേ ചില വരികൾ വരുമ്പോ അതിനകത്ത് ഇപ്പം ജാമ്യം കൊടുത്താൽ മറ്റൊരു വിഷയത്തിലേക്ക് പോവണ്ട എന്നുള്ളത് കൊണ്ട് സ്പെഷ്യൽ കോടതിക്ക് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സ്വാഭാവികമായിട്ട് ആ സമയത്ത് ജാമ്യം നിഷേധിച്ചത്. അല്ലാതെ വലിയ ക്രൈം ചെയ്തിട്ടുണ്ട് എന്നൊന്നും കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടൊന്നുമില്ല. അതാണ് ഇന്ന് സുപ്രീം കോടതിയും പറഞ്ഞത്. മനസ്സിലായോ? അറസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അവിടെ അങ്ങനെ ഒരു വിധി വരുന്നതിന് മുമ്പ് തന്നെ ഈ പുറത്താക്കലിന്റെ കഴുതും കടലാസും ഒക്കെ എഴുതി വെച്ചിട്ട് ആരെ കീഴ്പ്പെടുത്താൻ വേണ്ടിയാ? ഈ മാധ്യമങ്ങൾ പറയുന്നത് കേട്ടിട്ടാണോ നിങ്ങൾ ഈ പാർട്ടി ഇവിടെ വളരുന്നത്? അതെയോ? അങ്ങനെയാണെങ്കിൽ നാഷണൽ അറാണി വിഷയത്തിന്റെ പേരിൽ സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അതുപോലെ റോബർട്ട് വരേദക്കും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കൊക്കെ ഈ ചെറ്റ മാധ്യമങ്ങൾ കള്ളക്കഥകൾ പടച്ചു വിടുന്നില്ലേ? അതൊക്കെ സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കോ? നിങ്ങൾ വേണ്ടിക്ക് അതും ചെയ്യും. നിങ്ങൾ വേണ്ടിക്കിൽ അതും ചെയ്യും. ആ ഗാന്ധി കുടുംബത്തിനെ പോലും നിങ്ങൾ ഒറ്റുകൊടുക്കും, തർക്കമില്ല. കാരണം അത്ര നിലപാടാണ് ഇവിടെ സ്വീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു സ്പെഷ്യൽ കോടതിക്കകത്ത് എന്തെങ്കിലും ഒരു വിധി വരുമ്പോഴേക്ക് ഞങ്ങളിതാ പൊറ്റാക്കിയേ, ഞങ്ങളിതെന്തോ സംഭവമാണ് എന്നുള്ള ധാരണയിലും മാറ്റിയങ്ങ് വെക്കുക കേട്ടാ. ഞാൻ അതാ പറഞ്ഞത്, ഒരു പ്രോസസിംഗ്, ഒരു കേസ് നടക്കുമ്പോ ഒരു കേസ് FIR വരുന്നത് കോടതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അവിടെ വാദങ്ങൾ ഉണ്ടാകും, പ്രതിവാദങ്ങൾ ഉണ്ടാകും. അതിനകത്ത് അവസാന ഒരു ബൈൻഡപ്പ് വരും, കോടതിന്റെ ഒരു വിധി വരും. ആ വിധി വരുന്ന ദിവസത്തിലാണ് രാഹുൽ കുറ്റക്കാരനാണ്, അദ്ദേഹത്തിന് മാപ്പില്ല, ശിക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുറത്താക്കാം. അല്ലാതെ ഒരു ജാമ്യം, മുൻകൂർ ജാമ്യം ഒന്ന് നിഷേധിച്ചു, അത് സ്പെഷ്യൽ കോടതിയാ. ഇവറ്റകൾക്ക് അറിയാനിട്ടല്ല. അതിനപ്പുറത്തേക്ക് സുപ്രീം കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്, അത് വിട്ട സുപ്രീം കോടതിയുണ്ട്. അപ്പൊ ഇതൊന്നും കേൾക്കാതെ അവിടെ തയ്യാറാക്കി വെച്ച സ്ക്രിപ്റ്റ് എടുത്തിട്ട് അങ്ങ് വായിക്കുക. ഞങ്ങൾ പൊറ്റാക്കി,
ഞങ്ങൾ പൊറ്റാക്കി. ഇനി രാഹുലിനെ അംഗീകരിക്കുന്നവർ കോൺഗ്രസ്സുകാരല്ല. നിങ്ങളെ സീറ്റുമല്ലല്ലോ ഇപ്പം കോൺഗ്രസ് ഇവിടെ പ്രവർത്തകർ നിൽക്കുന്നത് അല്ലേ നിങ്ങളങ്ങ് പറയുമ്പോ. അപ്പൊ അതുകൊണ്ട് ഇത്തരം തെറ്റായ നയങ്ങൾക്കെതിരെ ഞാൻ എക്കാലവും ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഇവനെ അടിമയായിട്ട് അങ്ങ് അംഗീകരിക്കുന്നതോ അവർക്ക് വേണ്ടി ന്യായീകരിക്കുന്നതല്ല. പക്ഷെ ഒരു നിരപരാധിയോ കുറ്റവാളിയോ എന്ന് കോടതി കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ കാലയെ കൂട്ടിയിട്ട് ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന ഈ പാർട്ടിക്കകത്തുള്ള ഈ നേതാക്കന്മാർക്കെതിരെ ഞാൻ കൃത്യമായിട്ട് ഞാൻ നിലപാട് പറയും. അതിലൊന്നും ഒരു തർക്കവും എനിക്ക് അതിന്റെ രാജ്യം തരുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.